നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്. എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 നമ്മുടെ മലപ്പുറം ജില്ല സംബന്ധിച്ച് എല്ലാ തയ്യാറികൾ ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. നമ്മുടെ 16 മണ്ഡലമുണ്ട്. ഏകദേശം വോട്ടറിൻ്റെ സംഖ്യ നമുക്ക് 36.3 lakhs ആണ്. മെയിൽ വോട്ടർ 18.2 lakhs, ഫീമെയിൽ വോട്ടർ 18.1 lakh, ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സ് 38. നമ്മുടെ PWD വോട്ടർ ഏകദേശം 30,000 ആണ്. 85+ വോട്ടേഴ്സ് അറൗണ്ട് 17,000. സർവീസ് വോട്ടേഴ്സ് ഏകദേശം അറൗണ്ട് 1,800 ആണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനിൻ്റെ എണ്ണം 3682 മെയിൻ പോളിംഗ് സ്റ്റേഷനാണ്. ഇതിൻ്റെ പകരം 7 ഓക്സിലറി പോളിംഗ് ബൂത്താണ്. ഈ പോളിംഗ് ബൂത്തിനകത്ത് 43 വൾനറബിൾ പോളിംഗ് ബൂത്താണ്. നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻസിൽ അതിൻ്റെ കേസൊക്കെ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് 43 വൾനറബിൾ പോളിംഗ് ബൂത്ത് നമുക്ക് മാർക്ക് ചെയ്തു 15 ലൊക്കേഷൻസിൽ. പിന്നെ 15 ബൂത്ത് കുറച്ച് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഉള്ള ബൂത്തുകളാണ്. അതും നമുക്ക് ചിഹ്നം ചെയ്തു. ഈ എല്ലാ ബൂത്തുകൾ നമുക്ക് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം അഷ്യോർഡ് മിനിമം ഫെസിലിറ്റി, ലൈറ്റ്, റാമ്പ്, ടോയ്ലറ്റ്സ്, ഷെയ്ഡ്, ഫർണിച്ചർ എല്ലാം നമ്മൾ എൻഷുർ ചെയ്തു. നമ്മുടെ 48 മോഡൽ പോളിംഗ് സ്റ്റേഷനാണ് കമ്മീഷനിൻ്റെ ഡയറക്ഷൻസ് പ്രകാരം. 80 എല്ലാ വനിത മാനേജ്ഡ് പോളിംഗ് ബൂത്ത്, ഓൾ വിമൻ മാനേജ്ഡ് പോളിംഗ് ബൂത്താണ്. പിന്നെ 3 ബൂത്ത് നമുക്ക് ഓൾ ഇൻക്ലൂസീവ് പോളിംഗ് ബൂത്താണ്. ഈ എല്ലാ പോളിംഗ് ബൂത്തിൽ നമുക്ക് 100% വെബ് കാസ്റ്റിംഗ് നമ്മൾ എൻഷുർ ചെയ്യാം ഈ തവണ. അതിൻ്റെ വേണ്ടി ഒരു വെബ് കാസ്റ്റിംഗ് കൺട്രോൾ റൂം നമുക്ക് ജില്ലാ ലെവലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ഓൾറെഡി 11 ബഹുമാനപ്പെട്ട ഒബ്സർവേഴ്സ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിന്ന് ഓൾറെഡി വന്നു. 6 ജനറൽ ഒബ്സർവേഴ്സ്, 4 എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ്, പിന്നെ ഒരു പോലീസ് ഒബ്സർവർ. നമ്മുടെ ഇലക്ടോറൽ റോൾ സംബന്ധിച്ച് ഓൾറെഡി ഇലക്ടോറൽ റോൾ നമുക്ക് പബ്ലിഷ് ആയിരുന്നു. അതിൻ്റെ കോപ്പി നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമുക്ക് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മാർക്ഡ് കോപ്പീൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അടുത്ത നമ്മുടെ മാൻ പവർ സംബന്ധിച്ച് നമ്മുടെ പോളിംഗ് ബൂത്തിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, പിന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസേഴ്സിൻ്റെ നമ്പർ സഫീഷ്യൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ റിസർവും കൂടി ഉണ്ട്. സഫീഷ്യൻറ്റ് റിസർവ് ഇസ് ദെയർ. മൈക്രോ ഒബ്സർവേഴ്സും നമുക്ക് ഓൾറെഡി നിശ്ചയിച്ചു. 56 മൈക്രോ ഒബ്സർവേഴ്സാണ്. നമ്മുടെ എല്ലാ മാൻ പവറിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് എല്ലാ ട്രെയിനിങ് കഴിഞ്ഞു. 3 ഘട്ടത്തിൽ ഓൾറെഡി ട്രെയിനിങ് കംപ്ലീറ്റ് ആയി. പിന്നെ ഒരെണ്ണം ട്രെയിനിങ് ഇപ്പോൾ മോപ്പപ്പ് ട്രെയിനിങ് പോലെ നമുക്ക് ചെയ്യാം. ഹോം വോട്ടിംഗ് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി. നമ്മുടെ ഏകദേശം 200 ടീംസ് ഉണ്ടായിരുന്നു ഹോം വോട്ടിംഗെ സംബന്ധിച്ച്. 18,000 ആൾക്കാർ ഹോം വോട്ടിംഗ് ഓപ്റ്റ് ചെയ്തു. 2 കാറ്റഗറിയിൽ 85 വർഷൻ്റെ മുകളിലുള്ള ആൾക്കാർ, സീനിയർ സിറ്റിസൺസ്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി. അത് ഓൾറെഡി നമുക്ക് കഴിഞ്ഞു. നമ്മുടെ പോളിംഗ് പാർട്ടീൻ്റെ റാൻഡമൈസേഷൻ, ഫസ്റ്റ് റാൻഡമൈസേഷൻ 24 മാർച്ചിൽ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ റാൻഡമൈസേഷൻ 29th മാർച്ച്. മൂന്നാമത്തെ റാൻഡമൈസേഷൻ നമ്മുടെ പോളിംഗ് പാർട്ടിയിൽ അത് ഇന്ന് ഈവനിങ് നമുക്ക് നിശ്ചയിച്ചു. അത് ഇൻ ദ പ്രസൻസ് ഓഫ് നമ്മുടെ ജനറൽ ഒബ്സർവേഴ്സ് ഇന്ന് ഈവനിങ് നമുക്ക് ചെയ്യാം. നോമിനേഷൻ്റെ സ്റ്റേറ്റസ് ടോട്ടൽ 216 നോമിനേഷൻസ് നമ്മൾ റിസീവ് ചെയ്തു. അതിനകത്ത് വാലിഡ് നോമിനേഷൻസ് 137 ആയിരുന്നു. ഫൈനൽ നമ്പർ ഓഫ് നമ്മുടെ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് 95 ആണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ലോ ആൻഡ് ഓർഡർ കൂടുതൽ വിവരം നമുക്ക് ജില്ലാ പോലീസ് മേധാവി തരും. പക്ഷേ ഞാൻ ബ്രീഫായിട്ട് പറയാം. ഇവിടെ പല പല രീതിയിൽ നമുക്ക് സ്ക്വാഡ്സ് രൂപീകരിച്ചു. 144 ഫ്ലൈയിങ് സ്ക്വാഡ്സ്, 9 per LAC, 144 സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, അഗെയിൻ 9 per LAC. പിന്നെ 32 ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്, 32 വീഡിയോ സർവൈലൻസ് ടീം, പിന്നെ 16 വീഡിയോ വിവിങ് ടീം. ഈ ടീം നമ്മുടെ ഇലക്ഷൻ അനൗൺസ്മെൻറ്റിന് ശേഷം നമുക്ക് ഓൾറെഡി ആക്റ്റീവാണ്. പ്രോപ്പറായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
അതും നമുക്ക് ജില്ലാ ലെവലിൽ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ജില്ലാ ലെവലിൽ ടോട്ടൽ സീസേഴ്സ് നോക്കിയാൽ നമുക്ക് ടോട്ടൽ സീസറിൻ്റെ എമൗണ്ടാണ് 4.46 crores. ഇതിൽ ക്യാഷ് ഉണ്ട്, ലിക്കറിൻ്റെ സീസറുണ്ട്, ഡ്രഗ്സിൻ്റെ സീസറുണ്ട്. നമ്മുടെ പോൾ ഡേ പ്രിപ്പറേഷൻ സംബന്ധിച്ച് ഓൾറെഡി നമ്മുടെ EVMസിൻ്റെ കമ്മീഷനിങ് നമുക്ക് കഴിഞ്ഞു. അതാത് സ്ട്രോങ് റൂമിൽ ഇപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്തു. നാളെ നമ്മുടെ ഡിസ്പാച്ചും ഡിസ്ട്രിബ്യൂഷനാണ്. നാളെ നമുക്ക് 16 മണ്ഡലത്തിൻ്റെ 16 സ്ഥലത്തിൻ്റെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആവും. ഇതിനെ സംബന്ധിച്ച് ഓൾറെഡി ഒരു ജില്ലാ ലെവൽ കൺട്രോൾ റൂം നമുക്ക് പ്ലാനിംഗ് സെക്രട്ടേറിയറ്റിൽ നമുക്ക് സജ്ജീകരിച്ചു. വെബ് കാസ്റ്റിംഗ് കൺട്രോൾ റൂമും അവിടെ തന്നെ ഉണ്ടാവും. 16 ഡിസ്ട്രിബ്യൂഷനും റിസപ്ഷൻ സെൻറ്ററാണ് നമ്മുടെ 16 മണ്ഡലംക്ക് വേണ്ടി. പിന്നെ സ്ട്രോങ് റൂം 16 സ്ട്രോങ് റൂം 7 ലൊക്കേഷൻസിലാണ്. നമ്മുടെ പോളിംഗ് പാർട്ടിൻ്റെ ടോട്ടൽ എണ്ണം 17,708 ആണ്. നമുക്ക് നാളെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ വന്നിട്ട് നമുക്ക് മെഷീനൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. പിന്നെ മെഷീൻ എടുത്തിട്ട് അതാത് പോളിംഗ് സ്റ്റേഷൻസിൽ വരും. ഇതിനെ സംബന്ധിച്ച് 351 സെക്ടർ ഓഫീസേഴ്സ്, 351 സെക്ടോറൽ അസിസ്റ്റൻറ്റ് നമുക്ക് നിയമിച്ചു. 1258 റൂട്ട് ഓഫീസേഴ്സ് നിയമിച്ചു. 56 മൈക്രോ ഒബ്സർവേഴ്സ്. പിന്നെ അതിൻ്റെ പകരം 15 ബൂത്താണ്. അവിടെ നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അവിടെയും നമുക്ക് മൈക്രോ ഒബ്സർവേഴ്സ് പോസ്റ്റിംഗ് ആയി. 6 ക്വിക്ക് റെസ്പോൺസ് ടീം നമുക്ക് ഒരു LSCക്ക് അങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്തു. ഇതിന് സംബന്ധിച്ച് ട്രാൻസ്പോർട്ടേഷൻ സംബന്ധിച്ച് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടീൻ്റെ നമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. ടോട്ടൽ ഏകദേശം 1300 വെഹിക്കിൾസ് നമുക്ക് അറേഞ്ച് ചെയ്തു. എല്ലാ വെഹിക്കിൾസ് നമ്മുടെ GPS മൗണ്ടഡ് വെഹിക്കിൾസ് ആവും. സോ ദാറ്റ് വി ക്യാൻ ട്രാക്ക് ദ മൂവ്മെൻറ്റ് ഓൾസോ. അടുത്ത നമുക്ക് പോസ്റ്റൽ ബാലറ്റ് സംബന്ധിച്ച് കുറച്ച് വിവരം. നമുക്ക് ഫോം 12D അസെൻഷ്യൽ സർവീസ്ക്ക് വേണ്ടി പോസ്റ്റൽ വോട്ടിംഗ് ഫെസിലിറ്റി നമുക്ക് PVC വഴി വോട്ട് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഏകദേശം 100%. ഇതിൻ്റെ പകരം ഫോം 12 വോട്ടർ ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി, അതിൻ്റെ ടോട്ടൽ നമ്പർ ഏകദേശം നമ്മുടെ 12,500 ആണ്. ഇതിനകത്ത് ഓൾറെഡി 40% വോട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞു. ബാക്കി വോട്ടിംഗ് നമുക്ക് ഇന്നും നാളെയുമാണ്. നമുക്ക് കുറച്ച് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നമ്മുടെ പോളിംഗ് പാർട്ടീസ് വോട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സ് അതിന് വേണ്ടി നമുക്ക് എൻഷുർ ചെയ്തു. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നമുക്ക് നാളെ VFC വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ നമുക്ക് സജ്ജീകരിക്കും. അവിടെ നമുക്ക് പോളിംഗ് പാർട്ടി പ്രോപ്പറായിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ നമുക്ക് കൂടുതൽ ടീംസ് അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള എല്ലാ നമുക്ക് തയ്യാറികൾ കംപ്ലീറ്റ് ആണ്. ഇതിൻ്റെ പകരം വിജിലും നമുക്ക് നന്നായിട്ട് ടേക്കപ്പ് ചെയ്യാനുണ്ട്. ഏകദേശം 30,000 കേസസാണ് നമ്മുടെ ടീംസ്, നമ്മുടെ സ്ക്വാഡ്സ്, ഫ്ലൈയിങ് സ്ക്വാഡ്സും ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്സും വിജിൽ വഴി ഹാൻഡിൽ ചെയ്തു. നമ്മുടെ ഏകദേശം റെസ്പോൺസ് ടൈം 10 മിനിറ്റിൻ്റെ താഴെയാണ്. കമ്മീഷനിൻ്റെ മാനദണ്ഡ പ്രകാരം 100 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ആവറേജ് ടൈം 10 മീറ്റേഴ്സിൻ്റെ താഴെയാണ്. ഏകദേശം 30,000 കേസസ് നമുക്ക് ഹാൻഡിൽ ചെയ്തു. MCC എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 6 കംപ്ലയിൻറ്റ്സ് നമുക്ക് റിസീവ് ചെയ്തു MCC വയലേഷനിൻ്റെ. അതിനെ സംബന്ധിച്ച് 2 കേസസ് നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. ബാക്കി 4 കേസസിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പുരോഗതിയിലാണ്. പോളിംഗ് ടൈം 9-ാം തീയതി രാവിലെ 7 മണി മുതൽ ഈവനിങ് 6 PM ആണ്. ഇന്ന് ഈവനിങ് 6 മണി നമ്മുടെ സൈലൻസ് പീരീഡ് സ്റ്റാർട്ടാവും. നമ്മുടെ എല്ലാ ക്യാമ്പയിനിങ്ങും ഒക്കെ ഇന്ന് ഈവനിങ് അവസാനിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ ഈ അഭ്യർത്ഥനയാണ് എല്ലാ പോളിംഗ് പാർട്ടീസിൻ്റെ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇതിൻ്റെ കൂടുതൽ സഹായിക്കുകയും വേണം. പീസ്ഫുൾ വോട്ടിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എൻഷുർ ചെയ്യണം. പിന്നെ എപ്പിക് കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കഴിഞ്ഞു. ഈ കമ്മീഷനിൻ്റെ നിർദ്ദേശം പ്രകാരം ഈ വോട്ടർക്ക് വേണ്ടി എപ്പിക് കാർഡ് മാത്രമില്ല, നമുക്ക് കൂടുതൽ പ്രയാസം ചെയ്യണം. എപ്പിക് കാർഡ് എടുത്തിട്ട് മാത്രമേ വോട്ടിംഗ് ബൂത്തിൽ എത്തണം. എപ്പിക് കാർഡ് ഇല്ലെങ്കിൽ കമ്മീഷൻ്റെ നിർദ്ദേശം പ്രകാരം 12 ഡോക്യുമെൻറ്റ്സ് ആണ്. ആ ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ആധാർ കാർഡ്, മനരേഗ ജോബ് കാർഡ്,
passbook with photo issued by bank or PO, health insurance smart card, driving license, PAN card, smart card issued by RGI under NPR, Indian passport, pension document with photograph, service identity card with photograph, official ID card issued to MPs, MLAs, MLCs, unique disability ID card issued by Ministry of Social Justice and Empowerment. ഈ 12 ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതും യൂസ് ചെയ്തിട്ട് നമ്മുടെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പറ്റും. ലോ ആൻഡ് ഓർഡറിൻ്റെ കൂടുതൽ വിവരം ജില്ലാ പോലീസ് മേധാവി തരും. സോ നമ്മുടെ വോട്ടിംഗ് ഡേ ആണ് 9th April. സോ എൻ്റെ അഭ്യർത്ഥന നമ്മുടെ എല്ലാ വോട്ടർമാർ കൂടുതൽ നമ്പേഴ്സിൽ നമ്മുടെ അടുത്തുള്ള വോട്ടിംഗ് ബൂത്തിൽ വന്നിട്ട് ഈ തവണ നന്നായിട്ട് വോട്ട് ചെയ്യും. നമ്മുടെ വോട്ടിംഗ് ശതമാനം കൂട്ടും. എൻ്റെ ഇത് അഭ്യർത്ഥനയാണ്. ലോ ആൻഡ് ഓർഡർ വിൽ ബി ബ്രീഫ്ഡ് ബൈ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്. പ്രശ്നബാധിത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വൾണറബിൾ ഏരിയാസ്, ക്രിട്ടിക്കൽ ബൂത്തുകളിൽ കേന്ദ്ര സേനയുടെ പ്രത്യേക ബന്ദോബസ്ത് സ്കീം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ജില്ലയിലുടനീളം ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയമാണ്. ജില്ലയിൽ സൈബർ സെല്ലിൻ്റെയും സൈബർ പോലീസ് സ്റ്റേഷൻ്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പെട്രോളിംഗ് നടത്തി MCCക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട്. MCCക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇത്തരം വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ ഇതുവരെ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 200ഓളം സോഷ്യൽ മീഡിയ കണ്ടന്റ് റിമൂവലിന് കൊടുത്തിട്ടുണ്ട്. ജില്ലയിൽ ശക്തമായ നിരീക്ഷണം നടത്തുന്നതിനായി 1/4/2026 മുതൽ 17 ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ജില്ലയിൽ MCC നിലവിൽ വന്ന ശേഷം 1914.69 ഗ്രാം കഞ്ചാവ്, 48.46 ഗ്രാം MDMA, 86 ഗ്രാം ഹാഷിഷ് ഓയിൽ, 8.92 ഗ്രാം മെത്താംഫെറ്റമിൻ, 24 ലിറ്റർ IMFL, 60,42,000 രൂപ എന്നിവ പിടികൂടി നടപടി സ്വീകരിച്ചിട്ടുള്ളത് പോത്തുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു നാടൻ തോക്കും 6 തിരകളും പിടികൂട്ടിയിട്ടുള്ളതുമാണ്. ഇലക്ടോറൽ ഓഫൻസ് ബന്ധപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 BNSലെയും വിവിധ വകുപ്പുകൾ പ്രകാരം നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ്. ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ ലോക്കൽ പോലീസിൻ്റെയും CAPF വിഭാഗത്തിൻ്റെയും ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ജില്ലയിൽ 202 ഗ്രൂപ്പ് പെട്രോൾ പരിധികളായി 3682 പോളിംഗ് ബൂത്തുകൾ നിലവിലുണ്ട്. ഇവിടങ്ങളിൽ 10 ഇലക്ഷൻ സബ് ഡിവിഷൻ DYSPമാരുടെ കീഴിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ജില്ലയിൽ 34 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 34 ലോ ആൻഡ് ഓർഡർ പെട്രോൾ വിഭാഗവും 34 QRT പെട്രോൾ വിഭാഗവും 202 ഗ്രൂപ്പ് പെട്രോൾ വിഭാഗവും പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടാവും. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനും കൂടാതെ ADGP ലോ ആൻഡ് ഓർഡർ സ്ട്രൈക്കിംഗ് ഫോഴ്സിനും ജില്ലയിൽ നിയോഗിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് പെട്രോൾ ഓഫീസർമാർ അവരവരുടെ പരിധികളിലെ പോളിംഗ് ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായി എത്തി എന്ന് ഉറപ്പുവരുത്തുകയും പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തുകളിലേക്കും പോൾ ചെയ്ത EVMകൾ സുരക്ഷിതമായി തിരികെ റിസപ്ഷൻ സെൻ്ററുകളിലേക്കും എത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. 16 നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകളിൽ പോലീസിൻ്റെ 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റം പ്രകാരം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നർ കോർണറിൽ കേന്ദ്ര സേനയുടെ 384 സേനാംഗങ്ങളെയും ഔട്ടർ കോർണറിൽ AP ബറ്റാലിയൻ 224 സേനാംഗങ്ങളുടെയും പെരിഫറൽ പെട്രോൾ ഡ്യൂട്ടിക്കായി ലോക്കൽ പോലീസിനെ സേനാംഗങ്ങളെയും ഉൾപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.